ഹലോ ഗൈസ്, ഞങ്ങൾ കല്യാണത്തിന് പോവുക കേട്ടോ. ഞങ്ങൾക്ക് നാളൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് സ്റ്റൈലിന് വേണ്ടി 2 കൊമ്പ് കൂടെ അങ്ങനെ വലിച്ചിട്ടാട്ടോ അത് മുന്നിക്കരുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങി. എൻ്റെ ബ്രദറിൻ്റെ മോളെ കല്യാണം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ബേജാറാണ്. ഗ്യാസ് ഓഫാക്കിയോ ലൈറ്റ് ഓഫാക്കിയോ ഫാൻ ഓഫാക്കിയോ. പിന്നെ തുമ്പിനെ കൊണ്ടുകൊണ്ട് എനിക്കുള്ള ഫുഡൊക്കെ എടുത്ത് പിന്നെ മെഷീൻ എടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വർക്ക് അവിടെ നിന്ന് ഷേപ്പാക്കാനൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് മെഷീൻ ഇപ്പോൾ സുഖമാണല്ലോ കൊണ്ടെടുക്കാനും. അങ്ങനെ കെട്ടും മാറാപ്പൊക്കെ കെട്ടി ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി. തുമ്പി ഇത് ബാക്കിൽ പേടിച്ച് ഇരിക്കുന്നുണ്ട്. ഉമ്മാനെ കുഞ്ഞാമാനോട് ചന്തകുന്ന് ഇറക്കിയിട്ട് എനിക്ക് നിലമ്പൂരിലേക്ക് പോകണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബബിലും ഡ്രസ്സ് എടുത്തിട്ടില്ല. കാരണം എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആ പരിപാടിൻ്റെ അന്ന് വരെ പർച്ചേസിങ്ങിനൊക്കെ എല്ലാവരും അവസ്ഥ തന്നെയല്ലേ. അപ്പോൾ ഞാൻ ബബിളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് സിസ്റ്ററിന് ഞാൻ അടിച്ചു കൊടുത്തൊരു ചുരിദാർക്ക് ഷാളില്ലാന്ന്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പരാഗിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ ഇത്രയും നേരം കാത്തിരിക്കുന്നു. പരാഗിൽ വന്ന് അതെടുത്ത് നേരെ നമ്മൾ AK-47 പോയി. അവിടുന്ന് ബബിളിൻ്റെ ഡ്രസ്സ് നോക്കുന്നുണ്ട്. എനിക്ക് എവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അവിടെ പോയി ഒന്നിങ്ങനെ പട്ടിഷ ചെയ്യണം. അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കുന്ന തിരക്കിലപ്പോൾ ഇളയച്ചൻ വന്ന് വിളിച്ച് കരുവാറുണ്ടെന്ന് അവൻ പോന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുവരാൻ. പിന്നെ കുഞ്ഞാമാനോട് വന്നിക്കണ് വേഗം വരികയാണ്. അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ നോക്കി 2-3 ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അടിപൊളി അവിടുത്തെ ആൾക്കാർ ചെക്കന്മാർ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അവിടെ ഇവർക്ക് പേജ് ഉണ്ട് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതിലിടാനാണ് തോന്നുന്നു. പക്ഷേ അടിപൊളി വുമൻസിൻ്റെ അടിപൊളി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ബബുലിന് എടുത്തിട്ട് പിന്നെ വേറൊരു ടീഷർട്ട് കൂടെ എടുത്തു. അതുകൊണ്ട് എടുത്തിട്ട് ഞങ്ങൾ പോന്ന്. അപ്പോഴേക്കും അവിടെ ഇളയച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളിവിടെ ഞങ്ങൾ കേരളയിലെത്തിയിട്ടോ. കേരളത്തിലൊരു കേരള എന്ന് പറയില്ലേ, ഒരുപാട് വീഡിയോസ് വൈറലായിട്ടുണ്ടല്ലോ. അവിടെ കണ്ടോ, ഇതൊക്കെ കൊക്കോ കുരു ഉണക്കാൻ വെച്ചിക്കുക. ഇത് ശരിക്കും പഴയടക്കലുണ്ട്. ഈ ഒരു റോഡ് കണ്ടോ, ഇതാണ് കേരള സ്റ്റേറ്റ് പോണ റോഡ്. ഇവിടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴി. എൻ്റെ സ്വന്തം നാടാണത്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഇവിടെയായിരുന്നു. എനിക്ക് വളരെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പോകുമ്പോൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു. വീട്ട് ശരി. ഇതാണ് ചീനിപ്പാട. ഇവിടെ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് എല്ലാ വർഷം കാർണിവൽ നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഫുൾ റബ്ബർ ചെയ്യുന്നുണ്ട്. ഒക്കെ വെട്ടി ഇപ്പോൾ തയ്യൊക്കെ വെച്ച് തോന്നുന്നു. ഞാൻ കുറേ കാലമായി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ നിലമ്പൂരിൽ നിൽക്കണോണ്ട് ഇവിടേക്ക് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വരികയുള്ളൂ. ഇതിൻ്റെ സ്വന്തം നാടായ കരുവാരക്കുണ്ട്. ഇവിടെ തന്നെയാണ് എൻ്റെ 2 അമ്മായികളുള്ളത് കേട്ടോ. എൻ്റെ ഒരു അമ്മായിൻ്റെ മോനെ എൻ്റെ അനിയത്തിൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. കണ്ണത്താണ് കല്യാണം, പുന്നക്കാട് ഇപ്പോൾ പോണത്. അപ്പോൾ ഇതാണ് അനിയത്തിൻ്റെ വീട്. ഞാനിങ്ങോട്ട് വന്ന് ഞങ്ങൾ ഇവിടുന്ന് ഫ്രഷ് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്കാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോവുക. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.